ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ വീക്കെൻഡ് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു. ഇതെന്ന് പറയുന്നത് വീക്ക് ഡേയിലെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിഞ്ഞ ദിവസത്തെ ബീഫ് കറി. അപ്പോൾ ബീഫ് കറി ഉണ്ടായിരുന്നു. നമ്മൾ ബീഫ് കറി കുക്ക് ചെയ്തപ്പോഴത്തേനും ഒരു ദിവസത്തേനും കൂടി എക്സ്ട്രാ ആണ് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടി ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ സെയിം ഐറ്റംസ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. മണിപ്പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാര്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ചായയും പിന്നെ ഒരു കുറ്റി പുട്ട്, മണിപ്പുട്ടും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബീഫ് കറിയും. അപ്പോൾ വളരെ എല്ലാം നല്ല ചൂടായിട്ട് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നല്ല ചൂട് പുട്ടും ചൂട് കറിയും അതുപോലെ തന്നെ ചൂട് ചായയും. അപ്പോൾ വളരെ സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള കറിയും കൂട്ടി പുട്ട്, നമ്മുടെ മണിപ്പുട്ട് കഴിക്കുകയാണ്. അപ്പോൾ ചൂടായിട്ടുള്ള കറിയും അതുപോലെ തന്നെ സ്പൈസി ചൂടും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സിപ്പ് ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ മണിപ്പുട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു. അപ്പോൾ അത് തന്നെയാണ്, ആ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ, ആ ഫുഡ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ അത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വീശിയത്, അപ്പോൾ ബീഫൊക്കെ കൂട്ടി പിന്നെ മണിപ്പുട്ടിൽ കുറച്ച് കൂടുതൽ തേങ്ങ കൂടുതൽ ചേർത്തിട്ട് ആ തേങ്ങയും ആ ബീഫും അതുപോലെ തന്നെ ആ തേങ്ങയുടെ ആ ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ബീഫ് കറിയുടെ ആ സ്പൈസും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സൂപ്പർ കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൂട്ടായിട്ട് എടുത്തിരുന്നത് ഓറഞ്ചായിരുന്നു. അപ്പോൾ 2 ഓറഞ്ച് ചെറുതായിട്ട് ഓരോ അല്ലിയായിട്ട് അടർത്തി. അപ്പോൾ നല്ല മധുരമുള്ള എന്നാൽ ചെറിയൊരു പുളിപ്പുള്ള വളരെ അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച്. അപ്പോൾ ഓറഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബിരിയാണി നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു. ഫ്രഷായിട്ട് ബക്കറ്റ് ബിരിയാണി ഓപ്പൺ ചെയ്ത് കഴിക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഇതെന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഡേയിൽ അപ്പോൾ കുറച്ചും കൂടെ ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ആവി കയറ്റി കഴിക്കുകയാണ്. അപ്പം നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്നതിലും ടേസ്റ്റാണ് ബിരിയാണി പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ആവി കയറ്റി കഴിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു തമിഴ്നാട് ടൈപ്പ് ബിരിയാണിയാണ്. വളരെ കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് അതിന് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇത് കത്രിക്ക കറി, അതായത് ബ്രിഞ്ചാൾ കറിയും അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗ് അതുപോലെ തന്നെ ചിക്കൻ, റൈത്ത എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു തമിഴ്നാട് ഓറിയൻറ്റഡ് ബിരിയാണിയാണ്. അപ്പോൾ വളരെ ഫ്ലേവറായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ബിരിയാണി. അപ്പോൾ ഞാൻ ആ ബിരിയാണി കുറച്ച് ചൂടാക്കി. അപ്പോൾ ചൂടാക്കിയത് കിച്ചണിൽ വെച്ച് തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പി അതിനുശേഷം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെയൊക്കെ എൻ്റെയും മോളുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നമ്മുടെ സാധാ ബിരിയാണീനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തമിഴ്നാട് സ്പൈസി ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ, എപ്പോഴും അല്ല, നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നുമ്പോഴത്തേനും നമ്മൾ കഴിക്കാറുണ്ട്. ഇത് കുറച്ച് നാൾ കൂടി കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ഈ ഒരു തമിഴ്നാട് ബക്കറ്റ് ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രിഞ്ചാൾ കറിയും അതുപോലെ തന്നെ നമ്മുടെ കേടും ചിക്കനും എഗ്ഗും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഗുലാബ് ജാം കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അത് തീർന്നു പോയി. അപ്പോൾ നമ്മൾ 2 പേരുടെ മീലാണ് വാങ്ങിച്ചത്. അപ്പോൾ 2 പേരുടെ മീൽ വാങ്ങിച്ചതുകൊണ്ട് തന്നെ 2 ഗുലാബ് ജാം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുലാബ് ജാമൊക്കെ നമ്മൾ ആ ദിവസം തന്നെ എടുത്തു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, അപ്പോൾ ആവി കയറ്റി നല്ല ചൂടോടുകൂടി കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പോൾ തലേന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു ദിവസം കൂടെ എടുത്തിട്ട് അതങ്ങ് തീർത്തേക്കാം. അപ്പോൾ നമ്മൾ
വാങ്ങിയതിൻ്റെ നെക്സ്റ്റ് ഡേയും കൂടി ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ബക്കറ്റ് ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കൂടെ കഴിച്ച് അത് കംപ്ലീറ്റ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പിറ്റേ ദിവസം ആവിയേറ്റി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലഞ്ചടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഹബീബ് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ ക്രീം പഫ്സ്. അപ്പോൾ അതൊരെണ്ണം മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അപ്പോൾ ഹബീബി ബേക്കറിയിൽ ഇതിൻ്റെ ഒരു സ്ട്രോബെറി ഫ്ലേവർ ആയിട്ടുള്ള ക്രീം പഫ്സും കൂടെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും മൂവിങ് ഉള്ളത് ഈ ഒരു വാനില ഫ്ലേവർ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇത് കസിൻസൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് 2 ഫ്ലേവറിലുള്ളതാണ്. പിസ്ത ഫ്ലേവറിലും അതുപോലെ തന്നെ മറ്റേത് മിക്സഡ് നട്ട്സും കാര്യങ്ങളും ഒക്കെയുള്ള അതാണ്. അപ്പോൾ അത് സ്നാക്കായിട്ട് ലൈറ്റായിട്ട് വളരെ കുറച്ച് അതും കഴിച്ചു. ഈവനിങ് ആയപ്പോഴത്തേനും നമ്മളിതാ കുറച്ച് നെത്തോലി ഫ്രൈ, നമ്മുടെ കുഞ്ഞു മീനുണ്ടല്ലോ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി ഫ്രൈയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്ത ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കപ്പ പുഴുങ്ങിയതും. അപ്പോൾ ഈവനിങ്ങിന് ഇന്ന് പ്രത്യേകിച്ച് ചായയും കാപ്പിയായിട്ടൊന്നും വെച്ചൊന്നുമില്ല. അപ്പം എന്തൊക്കെയോ വൈകുന്നേരം ആയപ്പോഴത്തേനും കുടിക്കലും കുറയ്ക്കലും കഴിക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ആ മീൻ പൊരിച്ചതും കൂട്ടി ആ ഒരു പച്ചമുളക് ചമ്മന്തിയൊക്കെ കൂട്ടി ആ ഒരു കപ്പ കഴിച്ചപ്പോൾ, ആ താളിച്ച കപ്പയാണ്, ആ കപ്പ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇതാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഈ കപ്പയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മറ്റേ വാളംപുളിയൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അത് കഴിച്ചു. അതിനുശേഷം പിന്നീട് ഈവനിങ്ങിൽ തന്നെ നമ്മൾ ഇലയട, അപ്പോൾ ശർക്കരയും തേങ്ങായും അതുപോലെ തന്നെ കുറച്ച് ഏലക്കയൊക്കെ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇലയട. അപ്പോൾ ഇതിൽ മധുരം എന്ന് പറയുന്നത് ശർക്കരയാണ് ഇതിൽ മധുരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ശർക്കര എന്ന് പറയുന്നതും ഒരുപാട് ഓവറായിട്ട് വെച്ചിട്ട് ഇല്ല, അതിൻ്റെ ഉള്ളിലെ കളറ് കണ്ടാൽ മനസ്സിലാകും. ഒരുപാട് ശർക്കര വെച്ചിട്ടില്ല, വളരെ ലൈറ്റായിട്ടുള്ള ശർക്കരയും അതുപോലെ തന്നെ നല്ല രീതിയിൽ തേങ്ങയും ഏലക്കയൊക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇലയട. അപ്പോൾ അതും വൈകുന്നേരം കഴിച്ചു. അപ്പോൾ ഇന്ന് ഇക്ക വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചായയോ കാപ്പിയോ ഒന്നും വെച്ചില്ല. അപ്പോൾ വൈകുന്നേരം ഇതുപോലെ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് വിശന്നപ്പോഴത്തേനും പല ഐറ്റംസ് റെഡിയാക്കി കഴിച്ചു. അപ്പോൾ ഞാൻ ഇലയട വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് മധുരമൊന്നുമില്ല, വളരെ ലൈറ്റായിട്ടുള്ള വളരെ മൈൽഡായിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് ശർക്കര ആവശ്യത്തിനുള്ള ശർക്കരയെ വെച്ചിട്ടുള്ളൂ. പിന്നെ തേങ്ങ ഒക്കെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ ചേർന്നിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയുമാണ് എടുത്തിരുന്നത്. പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ചേർന്നിട്ട് പച്ച തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ വെജിറ്റബിൾ കുറുമ. ഇതിൻ്റെ ഒക്കെ റെസിപ്പീസ് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഞാൻ കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് കഴിക്കലും കുടിക്കലുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ആണ് ഞാൻ കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാ ദിവസങ്ങളിലും കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കൂടുതൽ കഴിക്കൽപരമായിട്ടുള്ള വാട്ടായിറ്റിന് തന്നെയാണ് കുക്കിംഗ് ഇതിൽ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഡിന്നറായിരുന്നു. അപ്പോൾ വളരെ ഇതിന് എരിവിന് വേണ്ടിയിട്ട് ഈ വെജിറ്റബിൾ കുറുമയിൽ ചേർത്തിരിക്കുന്നത് ഗ്രീൻ ചില്ലി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിന്നറിന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഞാനിന്ന് കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് സ്മൂത്തി അതാണ് ഞാൻ ഇന്ന് ഇക്കാക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാല്, ആ പാലിലേക്ക് ഒരു അര കപ്പ് ഓട്സ് ഇട്ടു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഓട്സ് ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് സ്മൂത്തി ശരിക്കും പാലിൻ്റെ അകത്ത് സോക്ക് ചെയ്ത് ഓട്സ് വെച്ചിട്ട് അതിൽ സോക്കായി കഴിയുമ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇക്കാക്കായോണ്ട് ഓട്സ് അത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പോൾ ഒന്ന് കുക്ക്
ചെയ്തിട്ട് കൊടുക്കാമെന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു. ഇതാകുമ്പോൾ ഇഷ്ടമായിട്ട് കഴിച്ചോളും. അപ്പോൾ അത് നമ്മുടെ ഓട്സ് പാലിൽ കിടന്നിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതൊന്ന് തണുക്കും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള്, റോബസ്റ്റ, കുറച്ച് കാഷ്യൂനട്ട്, ഒരു ഡേറ്റ്സ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇക്കാടെ ഓട്സ് സ്മൂത്തിയിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോളം ഹണിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് വളരെ വേറെ ആവശ്യമില്ലാത്ത വളരെ ഓർഗാനിക്കായിട്ടുള്ള നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഓട്സാണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഹണിയാണ്. അപ്പം നമ്മുടെ ഓട്സ് ഒന്ന് പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് നമ്മൾ ഇപ്പോൾ ഓട്സ് ചൂടോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഓട്സിലേക്ക് നമ്മൾ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 2 ബൗളിലാക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരെണ്ണം ഡിന്നറിനും അതുപോലെ തന്നെ ഒരെണ്ണം ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 ബൗളിൽ ആക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് കഴിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ ഐറ്റംസ് ആഡ് ചെയ്യാണ്. ഇത് ഡ്രൈഡ് ആയിട്ടുള്ള സ്ട്രോബെറീസ്, അതായത് ഡ്രൈഡ് ബെറീസ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഡ്രൈഡ് സ്ട്രോബെറിയും അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അങ്ങനെയുള്ള കുറച്ച് ബെറീസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആപ്പിളും അതുപോലെ തന്നെ റോബസ്റ്റായും പിന്നെ ഡേറ്റ്സ്, കാഷ്യൂനട്ട്, അങ്ങനെ ഓരോരോ ഐറ്റംസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓട്സ് സ്മൂത്തി റെഡിയാക്കുമ്പോഴത്തേനും അതിലേക്ക് നന്നായിട്ട് ഒരു ആപ്പിളൊക്കെ കുറച്ച് കൂടുതൽ കടിക്കാൻ കിട്ടുന്നത്, അതുപോലെ തന്നെ റോബസ്റ്റ ഒക്കെ കുറച്ച് കൂടുതൽ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ എല്ലാവരും ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയും വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗള് ഇപ്പോൾ ഡിന്നറിന് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു ബൗള് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ബൗളിൽ റെഡിയാക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാനിതാ കുറച്ച് ഹണി, അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമുക്ക് ഇത് കുടിക്കുകയാണെങ്കിൽ, ഒരു ചെറിയ ബൗൾ കുടിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഐറ്റമാണ് ഇത്. കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ നേരം വിശക്കാതെയൊക്കെ ഇരിക്കും. അപ്പം വിശപ്പേ അറിയത്തില്ല. ഇപ്പോൾ രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലഞ്ചിൻ്റെ ടൈം വരെ ഭയങ്കര സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ടിരിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് സ്മൂത്തിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിവിടെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഹെവി ആയിട്ടൊന്നും വേണ്ടാന്ന് പറയുന്ന ദിവസങ്ങളിൽ ഞാനൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ സ്മൂത്തി ആക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രൈഡേയ്സിലൊക്കെ ഓഫീസിലൊക്കെ അതിരാവിലെ പോകേണ്ട ദിവസങ്ങളിലും ഇതുപോലെ ഓവർനൈറ്റായിട്ട് ഈ ഒരു ഐറ്റമാണ് റെഡിയാക്കി വെക്കാറ്. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം രാവിലെ അത് എടുത്ത് കുടിച്ചോളും. അപ്പോൾ അങ്ങനെയാണ് ഞാനപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇതിലിപ്പോൾ ചെറിയ ചൂടുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുള്ളൂ. അപ്പോൾ ചൂട് മാറി തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റും. അതിനുശേഷം ഇതിപ്പോൾ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ വന്നതിന് ശേഷം ഡിന്നർ കഴിക്കാൻ നേരം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും കുറച്ച് ഇത് കണ്ടപ്പോഴത്തേനും എനിക്കും കുറച്ച് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനും വളരെ കുറച്ച് ഒരു 2-3 സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്.
ടേസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഹോംലി മീലാണ്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹോംലി മീൽസ് തന്നെയാണ്. പിന്നെ വീക്കെൻഡ്സിലാണല്ലോ നമ്മൾ കുറച്ച് പുറത്തെ വിശേഷങ്ങളും പുറത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഓട്സ് ഞാൻ കുറച്ച് വേവിച്ചായിരുന്നു. സാധാരണ ഓട്സ് കൂടുതലായിട്ട് ആൾക്കാർ പാലിൽ സോക്ക് ചെയ്ത് വെക്കലാണ് പതിവ്. അങ്ങനെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഹെൽത്തി ആവും. ഇത് ഞാൻ ഒന്ന് വേവിച്ചായിരുന്നു. അപ്പോൾ എന്താണേലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിലേക്ക് ആപ്പിളും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം, ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.